ഹായ് ഫ്രണ്ട്സ്, സുഷസ് പാരഡൈസ് ഫോർ അനിമൽസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാൻ പോലീസ് സ്റ്റേഷനിൽ വോയിസ് ഇടാൻ 2 ദിവസം ലേറ്റായി, കാരണം എൻ്റെ നെറ്റ് വിഷയമായിരുന്നു. അപ്പോൾ ഇന്നാണ് എനിക്കത് അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലേറ്റ് പോസ്റ്റ് ആയിരുന്നു എങ്കിലും കണ്ടിട്ടുണ്ടാവുമെന്ന്. അതിലുള്ള കുറച്ച് കാര്യം, അതായത് നീതിക്ക് നിരക്കാത്ത കുറച്ച് കാര്യങ്ങൾ അതിലുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തേതാണ് തുണയിലെ ആ പോലീസുകാരി പറയുന്ന ചില വാക്കുകൾ. അതായത് ഒരു കേസ് നമ്മൾ കൊടുക്കുമ്പോൾ വാദിക്കാണ് നീതി കിട്ടേണ്ടത്, പ്രതിക്കല്ല നീതി കിട്ടേണ്ടത്. എനിക്ക് ആ വാദി എന്നുള്ള നിലയ്ക്ക് ആ സ്റ്റേഷനിൽ നിന്ന് യാതൊരു നീതിയും കിട്ടിയില്ല. നീതിക്ക് വേണ്ടി പോലീസുകാരും പോലീസുകാരിയും വാദിക്കുന്നത് മൊത്തം പ്രതിയായ അമ്പിളിക്ക് വേണ്ടിയായിരുന്നു. പിന്നെ പ്രതിക്ക് നീതി വാങ്ങി കൊടുക്കാനായിട്ട് പോലീസുകാർ ശ്രമിക്കുന്ന ആ ഒരു ഉത്സാഹം കണ്ടിട്ട് ഒരു രക്ഷയുമില്ല. അതിന് മാത്രമുള്ള ഉത്സാഹമാണ്. കാരണം വാദിയിൽ നിന്നൊന്നും കിട്ടത്തില്ലല്ലോ, വല്ലതും കിട്ടണമെങ്കിൽ പ്രതിയിൽ നിന്നല്ലേ കിട്ടത്തുള്ളൂ. അപ്പോൾ എപ്പോഴും പ്രതിയാണ് പോലീസുകാർക്ക് ഇഷ്ടം എന്ന് അതെന്നല്ല, ഒരുപാട് അനുഭവങ്ങളിൽ നിന്ന് ഞാൻ ആ സ്റ്റേഷനിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പം ഞാൻ താമസിക്കുന്ന വീട് എൻ്റെ സ്വന്തമാവട്ടെ, ഒറ്റയാവട്ടെ, വാടകയാവട്ടെ, ഞാൻ എൻ്റെ വീടെന്നല്ലേ പറയൂ, അല്ലാതെ ഉടമസ്ഥൻ്റെ വീടെന്ന് ഞാൻ പറയൂ. അപ്പം ഞാൻ സംസാരിക്കുമ്പം ഞാൻ താമസിക്കുന്ന വീടിനെ കുറിച്ചാവുമ്പോൾ ഞാൻ എൻ്റെ വീടെന്നേ പറയൂ. ഇപ്പം നമ്മളൊരു ലോഡ്ജിൽ പോയി ഒരു മുറി എടുത്താലും നമ്മൾ ലോഡ്ജിൻ്റെ മുറി എന്ന് പറയൂ, എൻ്റെ മുറി എന്നേ പറയും. ഞാൻ പൈസ കൊടുത്ത് അവിടെ എത്ര സമയം താമസിക്കുന്നോ അത്രയും സമയം അത് എൻ്റെ മുറിയാണ്. അപ്പം ഞാൻ എൻ്റെ മുറി, അപ്പം ഞാൻ 5 വർഷത്തേക്ക് പൈസ കൊടുത്ത് താമസിക്കുമ്പോൾ അത് എൻ്റെ വീടാണ്. ഞാൻ മാറുന്നത് വരെ അത് എൻ്റെ വീടാണ്. ഞാൻ താമസിക്കുന്നതാണ് എൻ്റെ വീടെന്ന് എല്ലാവരും പറയുന്നത്. ഞാൻ എൻ്റെ വീട് എന്ന് പറയുമ്പോൾ ഞാൻ ആ വീടിനെ സ്വന്തമാക്കുകയോ എൻ്റെ അവകാശം അതാണ് എൻ്റെ അവകാശം എന്ന് പറയുന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഞാൻ താമസിക്കുന്ന വീട്, അതൊരു സാധാരണ പ്രയോഗമാണ്. ആ സമയത്തെല്ലാം അതിനെ ഖണ്ഡിക്കുന്ന വിധത്തിൽ ഈ പോലീസുകാർ നിൻ്റെ വീടോ അതങ്ങനെ നിൻ്റെ വീടാവും, നീ അവിടെ ഒരു തൽക്കാലത്തേക്കുള്ള ഒരു വാടകക്കാരിയല്ലേ, ഒറ്റിക്കാരിയല്ലേ, നീ നാളെ ഇറങ്ങേണ്ടവളല്ലേ, എന്നുവെച്ചാൽ ഞാനൊരു പിച്ചക്കാരിയാണ്, ഞാൻ ഇറങ്ങി കൊടുക്കേണ്ടതാണ്, പിന്നെ ഹൗസ് ഓണറാണ്, അതിൻ്റെ വലിയ അവകാശി, നിനക്ക് വീടും കൂടുമൊന്നും ഇല്ലാത്തവളല്ലേ എന്ന രീതിയിൽ പലപ്പോഴും അവഗണിച്ച് പുച്ഛത്തോടെ ആ പോലീസുകാരി എന്നോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അത് എന്താണ്, അവർക്ക് എൻ്റെ വീടെന്ന് പറയുമ്പോൾ അവർ വേറെ വല്ലതുമാണോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ താമസിക്കുന്ന വീട് അവരുടെ ഭർത്താവിൻ്റെ പേരിലാണെങ്കിൽ ഇത് എൻ്റെ ഭർത്താവിൻ്റെ വീട്, ഞാൻ താമസിക്കണം എൻ്റെ ഭർത്താവിൻ്റെ വീട് എന്ന് പറയൂ. എൻ്റെ വീടെന്നല്ലേ നമ്മൾ പറയുള്ളൂ, അത്രയേ ഉള്ളൂ അത്. പിന്നെ പിന്നെ നീ ഇവിടെ പരാതി തന്നത് അവർ കള്ളൊപ്പിട്ടതിനെ കുറിച്ചല്ലല്ലോ, നീ പരാതി തന്ന വേറെ കാര്യത്തെക്കുറിച്ചല്ലേ എന്ന് എന്നോട് അവർ ചോദിക്കുന്നുണ്ട്. അവരെന്തുകൊണ്ട് എങ്കിൽ പിന്നെ ഞാൻ തന്നത് പട്ടിപ്പരാതി അല്ലല്ലോ. ഞാൻ കള്ളൊപ്പിനെ കുറിച്ച് സംസാരിക്കുന്ന എന്തിന്, നീ തന്ന പരാതി അതല്ല. അപ്പം ഞാൻ തന്ന പരാതിയെ സംസാരിക്കൂ എന്നാണ് അതിൻ്റെ അവർ പറയുന്നതിൻ്റെ ധ്വനി. അങ്ങനെയെങ്കിൽ ഞാൻ തന്നത് എൻ്റെ നീതിക്ക് വേണ്ടിയാണ്. എന്നിട്ട് എനിക്ക് നീതി വാങ്ങി തന്നോ? നിങ്ങൾ അതിനൊരു പട്ടി വിഷയമാക്കി മാറ്റിയില്ലേ? അപ്പോൾ എന്താണ് ഇതിൽ ന്യായം? നിങ്ങൾ ആർക്കാണ് തുണ കൊടുക്കുന്നത്? കള്ളന്മാർക്കും കള്ളിയേക്കോ? അല്ലേലും പോലീസുകാർ മൊത്തം കള്ളന്മാരും കള്ളികളുമാണ്, നാട് മൊത്തം അറിയുക. എന്നിട്ട് നിങ്ങൾ നീതി വാങ്ങിച്ചു കൊടുക്കുന്നത് കള്ളനും കള്ളിക്കും. അപ്പോൾ പിന്നെ നിങ്ങളെല്ലാം ഒരു കൂട്ടാണ്, നിങ്ങളെല്ലാം ഒരു ത്രാസിൽ തൂങ്ങേണ്ട ആളുകളാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, മറ്റാരുടെ അനുഭവത്തിൽ നിന്നല്ല പറയുന്നത്. സ്വയം ഞാൻ ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ എത്ര തവണ കയറിയിട്ടുണ്ടോ ആ അനുഭവത്തിൽ നിന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നെ അവിടെ കൊണ്ടുവന്നൊരു വീഡിയോ പ്ലേ ചെയ്ത് അമ്പിളി. ആ വീഡിയോ ഞാൻ ഇവിടെ താമസത്തിന് വരുന്ന പഴയ ആ സമയത്തുള്ള വീഡിയോ ആണ്. അന്ന് എനിക്ക് 19 പട്ടിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു വീട്ടിലേക്ക് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കുറേ പഞ്ചായത്തുകാർ ഇരച്ചു കയറി വന്നാൽ ഒരു വീട്ടിലത്തേക്ക്, നിങ്ങൾക്കറിയാം, ഒരു പട്ടിയുള്ള വീട്ടിൽ ഒരു മുന്നറിയിപ്പില്ല, കുറേ പേര് ഇരച്ചു കയറി ഇടിച്ചിട്ട് വന്നാൽ പട്ടി കുരയ്ക്കുമോ ഇല്ലയോ, ബഹളം വയ്ക്കുമോ? നിങ്ങൾ പറയും. 19 പട്ടി ഒരുമിച്ച് കുരച്ചാൽ എങ്ങനെ ഇരിക്കും? അല്ലാതെ നിസ്സാര കാര്യത്തിന് ഒരു കാര്യമില്ലാതെ 19 പട്ടിയും കിടന്ന് കുരയ്ക്കുമോ? ഇല്ല. അപ്പോൾ ഒരു മുന്നറിയിപ്പില്ലാതെ പട്ടിയുടെ കൂട്ടിലേക്ക് പരിചയമില്ലാത്ത കുറേ ആളുകൾ കയറി വന്നാൽ പട്ടി കുരയ്ക്ക്. അന്നത്തെ വീഡിയോ, ഇവിടെ പണി നടക്കുന്ന സമയത്തെ വീഡിയോ, അന്ന് ഒന്നും പണി പൂർത്തിയായിട്ടില്ല. ആ അവസരമാണ് ഇവർ മുതലാക്കി വൃത്തിയില്ല വെടിപ്പില്ല എന്ന് പറഞ്ഞ് അന്ന് കഴിഞ്ഞ വർഷം ഒരു കള്ളപ്പരാതി കൊടുത്തത്. ആ വീഡിയോ തന്നെയാണ് പഞ്ചായത്തുകാർ ചോർത്തി അമ്പിളിക്ക് കൊടുത്തു, അമ്പിളി കുമാരി അത് ജയകുമാറിന് ചോർത്തി കൊടുത്തു. ഇവിടെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന വീഡിയോ ഇതാണ്. ഇപ്പോൾ എന്ത് പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്താലും ഈ വീഡിയോ കൊണ്ടുവന്നാൻ കാണിക്കും. ഈ വീഡിയോ കാണിച്ചാണ് അമ്പിളികുമാർ രക്ഷപ്പെട്ടു. നാണം ഇല്ലേ പെണ്ണുമ്പിള്ളേ, നിങ്ങൾക്ക് നാണം ഇല്ലേ? നിങ്ങൾ സത്യം പറഞ്ഞ് ജയിക്കാൻ നോക്ക്. കള്ളം പറഞ്ഞ് നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചില്ലേ? നിങ്ങൾ എന്ത് നേടി? നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്ക്. നിങ്ങൾ കള്ളം പറഞ്ഞ് നേടിയതെല്ലാം എങ്ങോട്ട് പോയി എന്ന് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്ക്. ഇനിയെങ്കിലും
കട്ടയ്ക്ക് കാല് നീട്ടി പെട്ടിലാവാ ഇരിക്കുന്ന സമയമാണ്. ഇനിയെങ്കിലും ഒരല്പം നീതിയോടും സത്യത്തോടും കൂടെ നിങ്ങൾ ജീവിക്കാൻ നോക്ക്. പിന്നെ എനിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പോലീസുകാർ പറഞ്ഞു. എനിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലായില്ല എങ്കിൽ ഈ പ്രതിഭാഗത്തുള്ള അമ്പിളിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അല്ലെങ്കിൽ ഞാൻ വന്ന കാര്യം എന്താണ്, എൻ്റെ ആവശ്യം എന്താണെന്ന് ഈ പോലീസുകാർക്ക് മനസ്സിലാവില്ലേ? ഞാൻ തന്ന പരാതി എന്താണെന്ന് അവർക്ക് മനസ്സിലാവില്ലേ? എനിക്ക് മാത്രമേ കാര്യം മനസ്സിലാവാതിരിക്കുള്ളൂ. അവർക്ക് കാര്യം മനസ്സിലായെങ്കിൽ ഞാൻ കൊടുത്ത പരാതിയിൽ എന്താണോ പറയുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു, അതിന് പ്രതിവിധി ഉണ്ടാക്കുമായിരുന്നു. ഈ കഴിഞ്ഞ വർഷം ഞാൻ കൊടുത്ത പരാതിയിൽ അവിടുത്തെ എസ് ഐ അവരോട് വാണിംഗ് ചെയ്തതാണ്, നീ മേലാൽ 5 വർഷം കഴിയാതെ അവരെ വീട്ടിലേക്ക് പോകുക, ഗേറ്റിൻ്റെ പരിസരത്ത് നിന്നെ കണ്ടുപോരുതെന്ന്. കണ്ട എന്നെ അപ്പം വിളിച്ച് പറയാനാണ് ആ എസ് ഐ പറഞ്ഞത്. കോവളം പോലീസ് സ്റ്റേഷനിലും മിനിറ്റ് വെച്ച് എസ് ഐ മാറുന്നതുകൊണ്ട് പിന്നെയുള്ള കാര്യങ്ങളും നമുക്കറിയില്ല. എന്നാൽ അതിനുശേഷം പലതവണ വന്നിട്ട് ഞാൻ കേസിന് പോയില്ല. ഇപ്പം ഇത്രയും ഒരു സീരിയസ് വിഷയം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ പോയത്. എന്നിട്ട് അവർ പറഞ്ഞു എനിക്ക് കാര്യം മനസ്സിലാവില്ല. ഇവർക്കൊക്കെ കാര്യം മനസ്സിലായി. സത്യത്തിൽ എൻ്റെ പരാതിയിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് പോലും ആ പോലീസുകാർക്ക് അറിയില്ല. അവർ പലതവണ എൻ്റെ അടുത്ത് അതിലെന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചു, എൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിച്ചു. അവർക്കൊന്നും അറിയില്ല. ഒരു കേസ് പഠിച്ചിട്ടാണ് അത് കൈകാര്യം ചെയ്യാതിരിക്കുന്നത്. ഇത് ഒന്നും അറിയാതെ അവിടെ വന്ന് കിടന്ന് എന്തെങ്കിലും അപ്പം പറയുന്നതിനെ കേട്ടിട്ട് അതിന് ഒരു പരിഹാരം കാണാനിരുന്ന എങ്ങനെയാണ് അതിന് പരിഹാരം കാണുക? എനിക്കറിയില്ല. പിന്നെ ആ പോലീസുകാരങ്ങ് സമർത്ഥിക്കുകയാണ്, പട്ടി വിഷയമല്ലാതെ ഇവിടെ ഒരു വിഷയമില്ല, വേറെ ഒരു പ്രശ്നവും അവർക്കില്ല, നിങ്ങൾ താമസിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. പക്ഷേ ഇന്ന് വരെ ഞാൻ ഈ വീട്ടിൽ താമസമായിട്ട് അമ്പിളി പലതവണ എൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ ഒന്ന് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ സമയം ഒന്നും അമ്പിളി ഒരിക്കൽ പോലും എൻ്റെ വീട്ടിൽ നിന്ന് പട്ടിയെ മാറ്റി കൊടുക്കണമെന്നോ നിങ്ങളുടെ പട്ടി കാരണം അയൽക്കാർക്ക് വിഷയമുണ്ടെന്നോ അവരെന്നോട് പരാതി പറയുന്നെന്നോ അവർക്ക് ബുദ്ധിമുട്ടെന്നോ ഒരിക്കൽ പോലും അമ്പിളി എന്നോട് പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ ദൈവത്തെ മുൻനിർത്തി ഞാൻ പറയുന്നു, ഒരിക്കൽ പോലും നിങ്ങൾ പട്ടിയെ കൊണ്ട് ശല്യമാണ്, ഞാൻ വീട് തന്നേക്കെ ശരി തന്നെ, പക്ഷെ അവരെന്നോട് പരാതി പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും അതിനൊരു പരിഹാരം കാണാം. ഇന്ന് വരെ എൻ്റെ മുമ്പിൽ വന്ന അമ്പിളി അങ്ങനത്തെ വിഷയം പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള അമ്പിളിക്ക് പോലീസ് സ്റ്റേഷനിൽ എങ്ങനെ ഈ വിഷയം പറയാൻ പറ്റി എനിക്കറിയില്ല. കാരണം വീണിടത്ത് കിടന്ന് ഉരുളും, വീണിട വിഷ്ണു ലോകം, അതാണ് അമ്പിളിയുടെ അവസ്ഥ. അല്ലാതെ അമ്പിളിക്ക് പറയാൻ ഒന്നുമില്ല. അമ്പിളിക്ക് ജയിക്കണമെങ്കിൽ ഈ പട്ടിക്കാര്യം പറയണം. ഇത് പറഞ്ഞാണ് അമ്പിളി ഇതുവരെയുള്ള എല്ലാ കേസുകളിലും ജയിച്ചു പോയത്. ഞാൻ കൊണ്ടുകൊടുക്കുന്ന പരാതിക്കല്ല അവിടെ തീരുമാനം ഉണ്ടാവുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും. ഇതാണ് ഇതുവരെയും പോലീസ് സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇന്നലെയും നടന്നത്. ഇതാണ് പോലീസുകാരുടെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടിയ അന്യായങ്ങൾ. ഇനി ഞാൻ മറ്റൊരു വീഡിയോയിൽ അമ്പിളിയുടെ ഭാഗത്ത്, അതായത് പ്രതിഭാഗത്തു നിന്ന് എനിക്ക് ഉണ്ടായ അന്യായങ്ങൾ നിങ്ങൾ വീഡിയോ കണ്ടു കാണും. എങ്കിലും നിങ്ങൾക്ക് എല്ലാ കാര്യവും അറിഞ്ഞുകൂടാത്തവർക്ക് അതിൻ്റെ ഒരു കറക്റ്റായ ഒരു ഇത് കിട്ടില്ല. അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞ അമ്പിളിയുടെ ഭാഗത്തുനിന്ന് എനിക്കുണ്ടായ വീഴ്ചകൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയും.